ക്രിസ്തു ദർശനങ്ങളിൽ സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തിന് കാട്ടിക്കൊടുത്ത ഈ നൂറ്റാണ്ടിൻ്റെ വിശുദ്ധന്റെ കഥ ചെസ് നമ്പർ 3 നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. സ്നേഹത്തിന്റെ കയ്യൊപ്പ്. അവനെ കിട്ടിയോ? ഇല്ല സാർ, അവൻ അതിവിദഗ്ധമായി കടന്നു കളഞ്ഞു. നാണമില്ലാണോ നിനക്കിതൊക്കെ പറയാൻ? ഇത്രയും പേര് കേട്ട നാസി സൈന്യനിരയിലെ ഒരു പട്ടാളക്കാരൻ ഒരു പീറ തടവുകാരനെ പിടിക്കാൻ കഴിഞ്ഞില്ലെന്നോ? ലജ്ജാവഹം. ആട്ടെ, അവൻ എങ്ങനെയാണ് പുറത്തു കടന്നത്? മൃതദേഹങ്ങൾ ദേപിക്കാൻ എപ്പോഴും കത്തിയെരിയുന്ന തീച്ചോടെ ചിമ്മിന വഴിയാണോ? അസാധ്യം. അതോ എപ്പോഴും വൈദ്യുതി പ്രവഹിക്കുന്ന മുള്ളിവേലി ചാടിക്കടന്നു? അതും അത്ര എളുപ്പമല്ല. ആട്ടെ, അവന്റെ മുഖം വ്യക്തമായി അറിയാവുന്ന പട്ടാളക്കാരെ ഉടൻ കണ്ടെത്തണം. അവർ പുറത്തുപോയി അന്വേഷിക്കാൻ ഉത്തരവിടുക. എനിക്കവനെ കണ്ടെത്തണം. അങ്ങനെ അവനെന്റെ കയ്യിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ അവനൊരു ഗംഭീര സമ്മാനം നൽകുന്നുണ്ട്. അവന്റെ മരണ സമ്മാനം. അതും ഈ ക്യാമ്പ് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു മൃഗീയ സ്മരണം. അതാണ് അവന്റെ സമ്മാനം. പക്ഷേ അതുമാത്രം പോരാ. ഇനി ഒരുത്തിനും ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക പോലും അരുത്. ശ്രമിക്കുക പോയിട്ട് ആലോചിക്കുക പോലും അരുത്. അതിനു വേണ്ടിയുള്ളൊരു മുൻകരുതൽ കൂടി നമ്മൾ എടുക്കണം. വിളിക്ക്. ഈ ക്യാമ്പിൽ എല്ലാ തടവുകാരെയും ഉടൻ വിളിക്കൂ. ഓഫീസർ, ഈ ക്യാമ്പിലെ എല്ലാ തടവുകാരും ഉടൻ ഹാജരാകണം. ഇവിടെ വലിയൊരു സംഭവം ഉണ്ടായി. ഈ പറഞ്ഞു നടക്കുന്ന നാസി പടയുടെ കണ്ടുപെട്ടിച്ച് നിങ്ങളിൽ ഒരുത്തൻ രക്ഷപ്പെട്ടിരിക്കുന്നു. പറയൂ, നിങ്ങളിൽ ആരാണ് അവനെ സഹായിച്ചത്? അത് നീയാണോ? അല്ല. നീയോ? ആരും സത്യം പറയണ്ട. എനിക്കിതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഇനി ഇതൊരുത്തനും ആവർത്തിക്കരുത്. അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരുന്നുണ്ട്. ആ തടവ് ചാടി ഒരുത്തിന് പകരമായി നിങ്ങളിൽ നിന്നും ഞാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടണം. അങ്ങനെ വെറും മരണമല്ല, വെള്ളമില്ലാതെ, ആഹാരമില്ലാതെ, വെളിച്ചമില്ലാതെ നീയൊക്കെ ഇരുട്ടിന്റെ ഏകാന്തതയിൽ കിടന്ന് അനുഭവിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9. എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ കുടുംബം അവരെ കാണാൻ അനുവദിക്കണം. ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ മതിലകത്തിനുള്ളിൽ ഒരു വികാരങ്ങൾക്കും ബന്ധങ്ങൾക്കും സ്ഥാനമില്ല. നിങ്ങൾ ഇവിടെയുള്ളവരെല്ലാവരും ശിക്ഷ കാത്തു കിടക്കുന്ന വെറും തടവുപുള്ളികൾ മാത്രമാണ്. നിങ്ങളെ വിധിക്കാനും ശിക്ഷിക്കാനും അധികാരമുള്ളവനാണ് ഞാൻ. നിനക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചു കഴിഞ്ഞു. ഇതിനെ എത്രയും വേഗം ഇരുട്ടിലേക്ക് മാറ്റൂ. സഹോദര, നിങ്ങൾ ഇദ്ദേഹത്തെ വിട്ടയക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് പകരമായി മരണശിക്ഷ വരിക്കാൻ ഞാൻ തയ്യാറാണ്. മാറി നിൽക്കൂ. അവന്റെ വിധി അത് വിധിക്കപ്പെട്ടതാണ്. വേണ്ട. നീ ആരാണ്? എന്താണ് നിന്റെ പേര്? എന്തിന് നീ അവനെ രക്ഷിക്കണം? ഞാനൊരു പുരോഹിതനാണ്.
എൻ്റെ പേര് മാക്സിമിലിയൻ കോൾബെ. ഇവൻ എൻ്റെ സഹോദരനാണ്. സഹോദരന് വേണ്ടി സ്വന്തം ജീവൻ ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നാണ് ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത്. സുവിശേഷം പ്രസംഗിക്കാൻ ഇത് നിന്റെ പള്ളിയൊന്നുമല്ല കോൾബേ. ഈ നിൽക്കുന്നവരാരും നിന്റെ വിശ്വാസികളുമല്ല. കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളാണിവർ. ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഇന്ന് നിന്റെ പേരുണ്ടാകാണ്ടിരുന്നത് നിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. ഒരുപക്ഷെ ആ ഭാഗ്യം അടുത്ത ദിവസങ്ങളിൽ നിന്നെ തേടിയെത്തിയേക്കാം. 2 ദിവസമെങ്കിൽ 2 ദിവസം ആയുസ് നീട്ടിക്കിട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കൂ. സഹോദരന്റെ ദുഃഖത്തിൽ ഞാൻ എങ്ങനെ സന്തോഷിക്കും? ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, ഈ നിൽക്കുന്ന സഹോദരന് പകരമായി നിങ്ങൾ എന്നെ ഈ കൂടത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ വന്നാൽ അല്പ ദിവസത്തേക്ക് കൂടി അവന് ജീവിക്കാൻ അവസരം ലഭിക്കുമല്ലോ. അതാണ് എന്നെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യം. കൊള്ളാം, എനിക്ക് താങ്കളെ ഇഷ്ടപ്പെട്ടു കോൾബേ. താങ്കൾ ആവശ്യപ്പെട്ട കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അവനെ വിട്ടേക്കൂ. കോൾബേ മരിക്കട്ടെ. എന്ത് പറ്റി ഞങ്ങൾക്ക്? എവിടെയായിരുന്നു ഇത്രയും കാലം? ഞാൻ നിങ്ങളെ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല. നിങ്ങളെ കാണാതായത് മുതൽ ഞാനും നമ്മുടെ മോനും ഉരുകി തീരുകയായിരുന്നു. നിങ്ങളെ കാണാതായതിന്റെ പിറ്റേന്ന് നിങ്ങളുടെ വിവരം അന്വേഷിച്ച് ഞാൻ നിങ്ങളുടെ കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പോയിരുന്നു. ചിതറിക്കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ജീവനക്കാരെ പലരെയും നാസിപ്പട്ടാണ് പിടിച്ചോണ്ട് പോയെന്ന് മറ്റു ചിലർ പ്രാണഭയത്താൽ നാനാഭാഗത്തേക്ക് ഓടി ഒളിച്ചെന്നുമാണ് എനിക്കറിയാൻ സാധിച്ചത്. എന്ത് ചെയ്യണമെന്നറിയാൻ നിസ്സഹായായി വീണുപോയി. നീ നിർത്തിയെടുത്ത് നിന്ന് തന്നെ ഞാൻ തുടങ്ങാം. അന്നും ശാന്തമായ അന്തരീക്ഷത്തിൽ തങ്ങളുടെ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഞങ്ങൾ. പെട്ടെന്നാണത് സംഭവിച്ചത്. തുടരെ വെടി ഉയർത്തിക്കൊണ്ട് നാസിപ്പട്ടാളം ഞങ്ങളുടെ ഇടയിലേക്ക് ഇടച്ചു കയറി. പേടിച്ചോടിയ ഞങ്ങളെ അവർ വെടിവെച്ചിട്ട് കീഴടക്കി അറസ്റ്റ് ചെയ്ത നാസിപ്പട്ടാളത്തിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഞങ്ങളെ എത്തിച്ചു. അവിടെ അതിക്രൂരമായ പീഡനങ്ങളാണ് ഞങ്ങളെ കാത്തിരുന്നത്. അതിരാവിലെ മുതൽ അർദ്ധരാത്രി വരെ നീളുന്ന അതികഠിനമായ അധ്വാനം. ജീവൻ നിലനിർത്താൻ
അല്പമാഹാരം, അത് പട്ടികൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് പോലെ അപ്പ കഷ്ണങ്ങൾ. അതിനായി അടികൂടുന്ന തടവുകാർ. അതിനിടയിൽ പലരും മരിച്ചു വീണു. ചിലപ്പോൾ വിശപ്പിന്റെ ആധിക്യത്താൽ മൃതദേഹ അവശിഷ്ടങ്ങൾ വരെ കഴിക്കേണ്ടി വന്ന നിമിഷങ്ങൾ. പാമ്പിന്റെയും തേളിന്റെയും വിഷം കുത്തിവെക്കുക, വിശപ്പുക വമിക്കുന്ന ചേമ്പരണിയുള്ളിലേക്ക് കൂട്ടത്തോടെ അടച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുമായിരുന്നു. അത് പോരാഞ്ഞിട്ട് തീ കത്തി നിൽക്കുന്ന ചൂടിയിലേക്ക് ജീവനോടെ എറിഞ്ഞ് കത്തിച്ച് കളയുമായിരുന്നു. ഇവയെല്ലാം ഞാൻ എങ്ങനെ അതിജീവിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. മരണത്തിന്റെ ഗന്ധം ഭവിക്കുന്ന തടവറയിൽ നിന്ന് രക്ഷപ്പെടാനായി ഞാൻ പ്രാർത്ഥിച്ചു. ഉറക്കം വരാത്ത ഒരു രാത്രിയിൽ പൂർണ്ണചന്ദ്രനെ കണ്ടപ്പോൾ എന്നെ പ്രത്യാശ ഉദിച്ചു. അങ്ങനെ ഞാൻ തടവറയിൽ നിന്ന് ചാടാനായി കണക്കുകൾ തയ്യാറാക്കി. അതിന് എനിക്ക് ഊർജമേകിയത് നമ്മുടെ മോന്റെയും നിന്റെയും ഓർമ്മകളായിരുന്നു. അങ്ങനെ കൃത്യം 2-ാം നാൾ ഞാൻ ചാടി. ക്ഷീണവും വിശപ്പും എന്നെ അവശനാക്കിയിരുന്നെങ്കിലും ഞാൻ ഓടാവുന്നതിന്റെ പരമാവധി ഞാനോടി. ഒടുവിൽ ക്ഷീണിച്ച് തളർന്നപ്പോൾ എവിടെയൊക്കെയോ വിശ്രമിച്ചു. ഒടുവിൽ ഇവിടെ നമ്മുടെ വീട്ടിൽ എങ്കിലും എല്ലാം തീരാറായി എന്ന് പറയാറായിട്ടില്ല. നാസിപ്പെട്ടാണ് അവരെന്നെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടാവും. ഒരു പക്ഷേ അവരെന്നെ പട്ടാളക്കാരുണ്ടായിട്ടും അവരുടെ ഇടയിൽ നിന്ന് ഒരുവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. ഓഫീസർ, അവൻ എന്തുവഴിയാണ് പുറത്തു കടന്നതിന് നിങ്ങൾ അന്വേഷിച്ചോ? ഞങ്ങളുടെ അന്വേഷണത്തിൽ ഈ കാണുന്ന കെട്ടിടത്തിന്റെ പുറകുവശത്തുള്ള എപ്പോഴും വൈദ്യുതി പ്രവഹിക്കുന്ന മുള്ളുവേലി ചാടിക്കടന്നാണ് അവൻ രക്ഷപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സദാസമയവും ഉയർന്ന വൈദ്യുതി പ്രവർത്തിക്കുന്ന മുള്ളുവേലി അവൻ ചാടിക്കടന്നോ? അസാധ്യം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ അവനെ സഹായിച്ചിട്ടുണ്ടാവണം. ഓഫീസർ, അതാരാണെന്ന് കണ്ടുപിടിക്കണം. മാത്രമല്ല, ഇതുപോലെ സംഭവങ്ങൾ ഇവിടെയും നമ്മുടെ മറ്റുള്ള സ്ഥലങ്ങളിലും സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാൻ വേണം. ഇതിനോടകം അതിനുള്ള മുൻകരുതലുകൾ ഞാൻ എടുത്തു കഴിഞ്ഞു. ആ തടവ് ചാടി ഒരുത്തിന് പകരമായി ഇതിൽ നിന്നും 10 പേരെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഇരുട്ടറയിൽ തള്ളിയിട്ടുണ്ട്. അതിൽ 6 പേരോളം ഇപ്പോൾ തന്നെ മരണമടഞ്ഞു കഴിഞ്ഞു. പക്ഷേ 4 പേർ കൂടെ ബാക്കിയുണ്ട്. വയ്യ, എനിക്ക് തീരെ വയ്യ. ഏത് നിമിഷവും മരണം എന്നെ കൊണ്ടുപോകും. ഫാദർ കോൾബേ, നിങ്ങളുടെ ബലത്തിലാണ് ഞങ്ങൾ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്.
ഇപ്പോൾ നിങ്ങൾക്കും വയ്യാതായിരിക്കുന്നു. ഇനിയും പിടിച്ചു നിൽക്കുക എന്നത് അസാധ്യം. സഹോദര, ഈ മരണത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? സ്വർഗം പോകാനുള്ള ഏക ഉപാധിയാണ് മരണം. എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തന്നെ മടങ്ങുക. ഒരുങ്ങിയിരിക്കുക. സദാസമയവും സുഹൃത ജപങ്ങൾ പിൻവിട്ടുകൊണ്ടിരിക്കുക. സ്വർഗം നിനക്കായി തുറക്കപ്പെട്ടിരിക്കും. നീയൊന്നും ചത്തില്ലേ ഇതുവരെ? നിന്നെയൊക്കെ കൊന്ന് കത്തിച്ചു കളയാനാണ് ഹിറ്റ്ലറുടെ കൽപ്പന. കൊണ്ടുപോയി ഇവരെ. ഫാദർ കോൾബേ, നിനക്കിന്നും കൂടി ആയുസുണ്ട്. നാളെ നീയും
അപ്പൂപ്പ സൂക്ഷിച്ചു നോക്കുന്നുണ്ടല്ലോ? അതൊരു പഴയ കെട്ടിടമല്ലേ? മോളെ, നിനക്കതൊരു പഴയ കെട്ടിടമാണ്. പക്ഷേ എനിക്കങ്ങനെയല്ല. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചപ്പോൾ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ടവരെ പാർപ്പിച്ചിരുന്ന കെട്ടിടമാണത്. ആ പിടിക്കപ്പെട്ട തടവുകാരിൽ ഞാനും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ ജയിൽ ചാടി. ഈ വിവരമറിഞ്ഞ് ആ തടവുകാരനോടുള്ള പ്രതികാരം എന്നോണം ഞങ്ങളിൽ നിന്നും 10 പേരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ അന്നത്തെ പട്ടാള ഓഫീസർ ഉത്തരവിറക്കി. ആ പിടിക്കപ്പെട്ടവരിൽ ഒരാൾ ഞാനായിരുന്നു. എന്നെ കൊല്ലരുതെന്നും എൻ്റെ കുടുംബത്തെ കാണാൻ എന്നെ അനുവദിക്കണമെന്നും ഞാൻ അയാളുടെ കാൽക്കൽ വീണപേക്ഷിച്ചു. പക്ഷേ അദ്ദേഹം എൻ്റെ അപേക്ഷ ചെവിക്കൊണ്ടില്ല. ഇത് കണ്ടുനിന്ന് തടവുകാരിൽ ഒരു കത്തോലിക്ക പുരോഹിതനുണ്ടായിരുന്നു, ഫാദർ മാക്സിമിലിയൻ കോൾബെ. എന്റെ നിലവിളി കണ്ട അദ്ദേഹം എനിക്ക് പകരം മരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. അങ്ങനെ ആ 9 പേരോടൊപ്പം 10ാമനായി അദ്ദേഹം മരണശിക്ഷ ഏറ്റുവാങ്ങി. സഹോദരന് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നിൽ അദ്ദേഹം സ്വന്തം സഹോദരനെ കണ്ടു. അങ്ങനെ എന്നിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തി. (1971) ഒക്ടോബർ 17 പരിശുദ്ധ പോൾ 6 മാർപ്പാപ്പ ഫാദർ മാക്സിമിലിയൻ കോൾബെയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. ഇന്ന് 1982 ഒക്ടോബർ 10 ജോൺ പോൾ 2 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട മാക്സിമിലിയൻ കോൾബെയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് നടക്കുകയാണ് അങ്ങ് വത്തിക്കാനിൽ. ഇന്നേ ദിവസം ഇവിടെ വരണമെന്നും ഈ തടങ്കൽ പാളയം ഒരിക്കൽ കൂടി കൺകുളിർക്കെ കാണണമെന്നുമുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനാ ഇവിടേക്ക് തന്നെ വരണമെന്ന് ഞാൻ അല്പം ശാഠ്യം പിടിച്ചത്. മക്കളെ, നിങ്ങൾ അല്പനേരം അപ്പുറത്തേക്കൊന്ന് മാറി നിൽക്കാമോ? ഞാൻ കുറച്ചു നേരം ഒറ്റയ്ക്ക് പോകട്ടെ.